വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ ഇന്ന് നേരെ പോകുന്നത് ഗ്ലോബൽ വില്ലേജിലോട്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ഫ്രണ്ട്സും കൂടെ ഉണ്ട്. ഞാൻ താമസിക്കുന്ന അവിടുന്ന് ഇപ്പോൾ കയറിയിട്ടേ ഉള്ളൂ. ഇവിടുന്ന് അറൗണ്ട് ഒരു 30 മിനിറ്റിന് ട്രാവൽ ചെയ്യണം കേട്ടോ അവിടത്തേക്ക്. ഞാൻ ആദ്യം പോയ സമയത്താണ് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അവിടെ കാണാൻ പറ്റിയില്ല. ഗ്ലോബൽ വില്ലേജിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത, നമ്മളിപ്പം അറിയാത്തവർക്കാണെങ്കിൽ അവിടെ ഒത്തിരി കൺട്രീസ് ഉണ്ടാകും. ഓൾമോസ്റ്റ് കുറേ കൺട്രീസ്. അവിടുത്തെ ഓരോ കൺട്രീസിൻ്റെ സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസൊക്കെ അവരവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. നമുക്കത് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ ഓരോ ഡിസ്പ്ലേയും കാര്യങ്ങളും, പിന്നെ ഒത്തിരി ഫുഡ്, വെറൈറ്റി ഫുഡൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. പക്ഷേ കുറച്ച് റേറ്റ് കൂടുതലാണ്. പക്ഷേ വീക്കെൻഡല്ല, സീസൺ എൻഡ് ആകുമ്പോൾ നമുക്ക് അഫോർഡബിൾ പ്രൈസിനൊക്കെ നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പറ്റും കേട്ടോ. പിന്നെ 30 ദിർഹംസാണ് ഒരു പേഴ്സണ് ടിക്കറ്റ് റേറ്റ് വരുന്നത് ഉള്ളിലോട്ട് കിടക്കണമെങ്കിൽ കേട്ടോ. ആദ്യം എനിക്ക് തോന്നുന്നു വന്ന സമയത്ത് 30 ദിർഹംസ് ആയിരുന്നു. പക്ഷേ മൺഡേ ടു ഫ്രൈഡേ 25 ദിർഹംസാണ് വൺ പേഴ്സണ്. അങ്ങനെ ഫൈനലി ഇങ്ങനെ കിടക്കും കേട്ടോ. ഈ ഒരു കണ്ടില്ല, ഇവിടെ യു എ എന്നൊക്കെ കണ്ടിട്ടില്ല. യു എൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ യു എയിലുള്ള പല ഐറ്റംസുകളും കാര്യങ്ങളും കാണാം. പിന്നെ ഇന്ന് ഇവിടെ കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊന്ന് സാറ്റർഡേ നൈറ്റ് ആയതുകൊണ്ടാണ്. അപ്പം ഞാൻ ഈ ഒരു സംഭവം വാങ്ങിച്ചത്. നല്ല സ്മെല്ലായിട്ടോ, റൂമിൽ ഭയങ്കരമായിട്ടും നല്ല കൂളായിട്ട് അടിപൊളി സ്മെല്ലായത്. ഇതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അവിടെ നിന്ന് ഇങ്ങനെ അവർ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. അപ്പം ഞാനിത് 2 ബോക്സിന് 75 ദിർഹംസ് വെച്ചിട്ട് വാങ്ങിച്ചു കേട്ടോ. അവർ 100 ദിർഹംസിന് 3 ബോട്ടിൽ എന്ന് പറഞ്ഞാണ്. എന്നാൽ പോലും 2 എണ്ണം മാത്രം വാങ്ങിച്ചു 75 ദിർഹംസ് കൊടുത്തിട്ട്. പിന്നെ മെയിനായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ നടന്ന് ഒത്തിരി ക്ഷീണിക്കും കേട്ടോ. ഇതിൻ്റെ ഓരോ ഉള്ളിലൊക്കെ കാണുന്നത് ഓരോ കൺട്രീസാണ്. നമുക്കിതിൻ്റെ ഉള്ളിലൊക്കെ പോവാം. ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഫുള്ള് ചെക്ക് ചെയ്യാം കേട്ടോ. പക്ഷേ ഒത്തിരി നടക്കാനുണ്ട്. നമ്മളിപ്പം വിചാരിക്കുന്ന നമുക്ക് വൺ ഡേ കൊണ്ട് നമുക്ക് ഫുള്ളായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. ഇത് ഈ ഒരു സൈഡിൽ മുഴുവൻ ഓരോ കുവൈറ്റ്, ഖത്തർ, ഒമാൻ, കൊറിയ, ജപ്പാൻ, അങ്ങനെ ഒത്തിരി കൺട്രീസും അതിലുള്ള ഓരോരോ ഐറ്റംസുകളും അവരവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇരിക്കാനൊക്കെയുള്ള സ്ഥലമുണ്ട്. ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഇതുപോലെ കുറേ പ്രോഗ്രാംസൊക്കെ ഇപ്രാവശ്യം വന്നപ്പോൾ കണ്ടു കേട്ടോ. ആദ്യം വന്ന സമയത്ത് ഞാനിങ്ങനെ ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇങ്ങനെ പ്രോഗ്രാംസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പം ഇവിടെ കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സൈഡിൽ കേട്ടോ. നമുക്ക് എല്ലാത്തിനും പേയ്മെൻറ്റ് ചെയ്യണം, എന്നാൽ മാത്രമാണ് നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു മെയിൻ സ്റ്റേജ് ഉണ്ട്. ഇവിടെയും കുറേ DJ ഡാൻസും പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഗ്ലോബൽ വില്ലേജിൽ വന്ന് വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോയിട്ട് എന്തായാലും വിസിറ്റ് ചെയ്യേണ്ടതാണ്. കാരണം സീസൺ എൻഡ് ആവാറായെന്ന് കുറേ പേരൊക്കെ പറയുന്നത് കേട്ടു. ഇവർ തന്നെ അപ്ഡേറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈം പോവുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പർച്ചേസിങ് ഒക്കെ ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അഫോർഡബിൾ പ്രൈസ് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ കാണാനും അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ കാണാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കാണാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം ബൈ, ഗുഡ് നൈറ്റ്.